നമുക്കിന്ന് ബൂസ്റ്റ് വീട്ടിലുണ്ടാക്കിയാലോ? നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ ബൂസ്റ്റ് ബോൺവിറ്റ എന്നൊക്കെ പറയാം, ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഒരു ഹെൽത്തി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഈ ഒരു പൊടി തയ്യാറാക്കുന്നത്. നമുക്ക് നല്ല ചൂട് പാലിൽ കുട്ടികൾക്ക് കലക്കി കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൊടിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബൂസ്റ്റ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് മുഴുവനോടെയുള്ള റാഗിയാണ് എടുത്തേക്കുന്നത്. ഇതിൽ അത്യാവശ്യം പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണം. 1/2 കപ്പ് ഇവിടെ ഞാൻ 125 ml മെഷറിംഗ് കപ്പാണ് എടുത്തേക്കണത്. അതിൽ ഈ റാഗി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുന്നത്. അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും കയ്യിലൊക്കെ, അത് കഴുകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ കഴുകണവർക്ക് ഇങ്ങനെ കഴുകാം. ഒരു 2-3 വട്ടം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിലത്തെ കല്ലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് നല്ല വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് 1/2 കപ്പ് ഗോതമ്പ് മുഴുവനോടെയുള്ള ഗോതമ്പും കൂടി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരേ മെഷർമെൻറ്റാണ് കേട്ടോ, റാഗിയും ഗോതമ്പും 1/2 കപ്പ് വീതം. അത് നന്നായി കഴുകി ഇതുപോലെ നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 12 മണിക്കൂറോളം ഞാനിവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ആയപ്പോഴാണ് ഞാനിതെടുത്ത് ഒന്ന് അരിപ്പയിലിട്ടിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടും അതേപോലെ തന്നെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ഞാൻ അരിപ്പയിൽ തന്നെയാണ് ഇതിരുന്ന് നമുക്ക് മുളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇത് വേണമെങ്കിൽ നനഞ്ഞ തുണിയിൽ നിങ്ങൾക്ക് കിഴി കെട്ടിയിട്ട് വേണമെങ്കിൽ മുളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പം ഞാനിവിടെ ആദ്യത്തെ ഒരു 8 മണിക്കൂർ ഇതുപോലെ വെക്കുന്നുണ്ട്, പുറത്താണ് വെക്കണത്. അതിനുശേഷം ഞാനത് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഒരു ദിവസം. അങ്ങനെയാണ് ചെയ്തത്. മുള വരുന്നത് വരെ, അതാണ്, അല്ലാണ്ട് അതിൻ്റെ സമയമൊന്നുമില്ല. മുള വരുന്നത് വരെ നമുക്കിത് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ആദ്യത്തെ 8 മണിക്കൂർ പുറത്ത് വെക്കണമെന്ന് മാത്രം. ഞാൻ ഇവിടെ രാത്രി കാരണം രാവിലെ വരെ ഇത് പുറത്ത് വെച്ചു, മൂടി വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസമായപ്പോൾ ഞാൻ രാവിലെ എടുത്തിട്ട് അത് ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ തന്നെ വെച്ചു. അങ്ങനെ പിന്നെ ഒരു ദിവസം എടുത്തു എനിക്ക് മുള പൊട്ടാനായിട്ട് വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ റാഗിയും ഗോതമ്പും ഇതുപോലെ മുളപ്പിച്ചിട്ട് തന്നെ ഉപയോഗിക്കണം കേട്ടോ. നമ്മളിത് നേരിട്ട് പാലിലേക്ക് പൊടി കലക്കി കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുളപ്പിക്കുമ്പോൾ അതിന് കുറച്ചും കൂടി അതിൻ്റെ ബെനിഫിറ്റ്സ് കൂടും. പിന്നെ മാത്രമല്ല ഡൈജഷനും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇതുപോലെ മുളപ്പിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക. മുളപ്പിച്ചതിന് ശേഷം ഇതൊന്നും നമുക്കൊന്ന് ഒരു വട്ടം ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. മുളപ്പിച്ചതിൻ്റെ ഒരു മണം ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്യുക. ആ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോയി കഴിഞ്ഞാൽ ഒരു മിനിറ്റോളമൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നല്ല ക്രിസ്പാവുന്നത് വരെ ഒന്ന് മൊരിച്ചിട്ട് എടുക്കുകയാണ് വേണ്ടത്, റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ റാഗിയും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടോളൂ കേട്ടോ. ഗോതമ്പ് എനിക്കൊരു അബദ്ധം പറ്റി, കാരണം റാഗി പെട്ടെന്ന് ക്രിസ്പാവും ചെയ്ത് ഗോതമ്പ് ആവില്ല. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ആ ഗോതമ്പ് മുകളിലത്തെ ഒന്ന് വാരി എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്തത്. ഒരു ബ്രൗൺ ഷെയ്ഡ് ഗോതമ്പിൽ വരുന്നത് വരെ നല്ല വായിലിട്ട് ഒരു മണി കടിക്കുമ്പോൾ നല്ല ക്രിസ്പാവുന്നത് വരെ ഇളക്കിയെടുക്കണം. ഇതും ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. അന്നേരം കൊണ്ട് അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ ഇട്ട് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ കപ്പലണ്ടി തൊലി കളഞ്ഞതും, 1.5 ടേബിൾ സ്പൂൺ ബദാം എടുത്തിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡും, 1.5 ടേബിൾ സ്പൂൺ പംകിൻ സീഡ് മത്തങ്ങയുടെ കുരുവും കൂടി എടുത്തിട്ട് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കാൻ വേണ്ട കേട്ടോ നട്ട്സ്. അതെല്ലാം ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് വേണമെങ്കിൽ ചേർക്കാം. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷേ നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ശർക്കര പൊടി നല്ലതാണ്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിശ്രി കൽക്കണ്ടം ഇല്ലേ, ബ്രൗൺ കളറിൽ കട്ടയായിട്ട് കൽക്കണ്ടം മേടിക്കാൻ കിട്ടും, അതായാലും ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/4 കപ്പ് പ്ലസ് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ, മധുരമില്ലാത്തത്. പിന്നെ ഒരേ ഒരു ഏലക്കായ, ഒരു മൈൽഡ് ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് തന്നെ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് അരിപ്പയിലിട്ടിട്ട്. നല്ല ഫൈനായിട്ടുള്ള അരിപ്പില്ലേ, പരന്ന ടൈപ്പ് ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഒന്നുകൂടി മിക്സിയിലിട്ട് അടിച്ച് ഒന്നുകൂടി ഇതുപോലെ ഫൈനായിട്ട് തന്നെ അരിച്ച് എടുക്കുക. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ജാറിലേക്ക് നമുക്ക് ഇട്ടിട്ട് സൂക്ഷിക്കാം. അപ്പോൾ ഇതെങ്ങനെ കുടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിക്കുക. പിന്നെ അതുപോലെ അതിലേക്ക് സ്പൂൺ ഇടുമ്പോൾ അതിലേക്ക് വെള്ളം ഇല്ലാത്ത സ്പൂൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നല്ല ചൂടുള്ള ഒരു പാല് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഇത് കലക്കി കുടിച്ചാൽ നല്ല അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കമൻറ്റ്സ് എല്ലാവരും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്.